ഹായ്, പല ഓൺട്രപ്രണേഴ്സും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇന്ന കമ്പനിക്ക് അവിടുന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കും എൻ്റെ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. എൻ്റെ കമ്പനി വാല്യുവേഷൻ നടത്തിയിട്ടുണ്ട്, ഇത്രയായിട്ടുണ്ട്. സോ എനിക്കിനി ഒരു ഇൻവെസ്റ്റർ അട്രാക്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ചിലർ ചോദിക്കുന്നതാണ്, എൻ്റെ നല്ലൊരു കിഡിലൻ സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, അത് ജസ്റ്റ് ഞങ്ങളിങ്ങനെ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടേ ഉള്ളൂ, എനിക്ക് ഇനി ഒരു നല്ലൊരു ഇൻവെസ്റ്റർ വേണം. സോ ഈ ഇൻവെസ്റ്ററെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്, അതിന് എന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവേണ്ടത്, നമ്മൾ എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്ററെ കൊണ്ടുവരാൻ സഹായിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് വേണ്ടത് നമ്പർ 1, നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് പ്ലാനാണ്. ആ ബിസിനസ് പ്ലാനിനകത്ത് എന്താണ് നമ്മൾ ഈ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ പേർപ്പസ്, എന്താണ് നമ്മുടെ മിഷൻ ഉള്ളത്, എന്താണ് മാർക്കറ്റിലെ ഗ്യാപ്പ് ഉള്ളത്, എന്ത് സൊല്യൂഷനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, തുടങ്ങിയ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അതിനകത്ത് ടാർഗറ്റ് കസ്റ്റമർ ആരാണ്, ടാർഗറ്റ് മാർക്കറ്റ് ഏതാണ്, ബിസിനസ് ഏത് മോഡലാണ്, അതിൻ്റെ കോമ്പറ്റിറ്റീവ് ലാൻഡ്സ്കേപ്പ് ഏതാണ്, റവന്യൂ സ്ട്രീംസ് ഏതൊക്കെയാണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബിസിനസ് പ്ലാനിനകത്ത് വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റണം. ഇതാണ് ഒന്നാമത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ടതാണ് ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ്. ഓഫ് കോഴ്സ് ഒരു ബിസിനസ്സിലേക്ക് ഒരു ഇൻവെസ്റ്റർ വരുന്ന സമയത്ത് അയാൾ നോക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി കഠിനാധ്വാനം ചെയ്ത് ഹാർഡ് വർക്കിങ്ങിലൂടെ ഉണ്ടാക്കിയ പൈസയായിരിക്കും. അത് ബിസിനസ്സിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഏൺ ചെയ്തായിരിക്കാം. എങ്ങനെയാവട്ടെ, അയാൾ ഉണ്ടാക്കിയ കാശ് നമ്മുടെ അടുത്തിടുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റർ ചോദിക്കുന്നത് 2 കാര്യമാണ്. ഒന്ന്, എൻ്റെ പണം സേഫ് ആണോ എന്നുള്ളതാണ്. സോ സേഫ് ആകാൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ് നോക്കണം. അതോടൊപ്പം തന്നെ ഈ പൈസ എനിക്ക് എപ്പോൾ തിരിച്ചു കിട്ടും, ഈ പൈസ തിരിച്ചിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചെടുക്കാൻ വന്നവനല്ല, മറിച്ച് ഇതിനെനിക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഇതിൻ്റെ ക്യാപിറ്റൽ അപ്രീസിയേഷനോ പ്രോഫിറ്റോ ഡിവിഡൻഡോ ഒക്കെ എനിക്ക് വേണം. അതെങ്ങനെ എനിക്ക് കിട്ടും? അങ്ങനെ കിട്ടുമെങ്കിൽ മാത്രമാണ് ഒരു ഇൻവെസ്റ്റർ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, അയാളുടെ പണം സെക്യൂർ ആണെന്ന് കാണിക്കുന്നതിനും നമ്മുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. അയാൾക്ക് വളരെ പെട്ടെന്ന് പണം തിരിച്ചെടുക്കാൻ പറ്റുമെന്നും അയാളുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പെട്ടെന്ന് പ്രോഫിറ്റായിട്ട് അയാൾക്ക് ഡിവിഡൻ്റായിട്ട് എടുക്കാൻ പറ്റുമെന്നും ക്യാപിറ്റൽ അപ്രീസിയേഷനാക്കി കിട്ടുമെന്നുള്ള ആ ഒരു ക്ലാരിറ്റി കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രൊജക്ട്സ് ഉണ്ടായിരിക്കണം. അതിനകത്ത് പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ടത് നമ്മുടെ റവന്യൂ ഫോർകാസ്റ്റ് എന്താണ്. സോ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്ററെ കൊണ്ടുവരികയാണെങ്കിൽ അയാളെ കൺവിൻസ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, റവന്യൂ ഫോർകാസ്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സ്പെൻഡിച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്ത് അതിൻ്റെ കൃത്യമായ ബ്രേക്ക് ഡൗൺസ് ഉണ്ടായിരിക്കണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുപോലും മിസ്സാവാത്ത രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ബ്രേക്ക് ഡൗൺസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ടുണ്ടായിരിക്കേണ്ടതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 3 ഡോക്യുമെൻറ്റും നിങ്ങളുടെ കയ്യിൽ പ്രോപ്പറായിട്ടുണ്ടായിരിക്കണം ഫിനാൻഷ്യൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട്. സോ എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്? രണ്ടാമതായിട്ട്, ഒരു ഇൻവെസ്റ്റർ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഫണ്ട് കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, പുതിയ പ്രോഡക്റ്റിൻ്റെ ഇന്നോവേഷന് വേണ്ടിയിട്ടാണോ, അതല്ല നിലവിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണോ, എന്തിനാണ് നിങ്ങൾ ഈ ഫണ്ട് സ്വീകരിക്കുന്നത്? അതിലൂടെ ബിസിനസ്സിനുണ്ടാകാൻ പോകുന്ന എക്സ്പാൻഷൻ എന്തൊക്കെയാണ്, റവന്യൂ ഹൈക്സ് എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ടും നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രൊജക്ഷനിൽ ഉണ്ടായിരിക്കണം. സോ ഓർക്കുക, ഫൈനാൻഷ്യൽ പ്രൊജക്ഷനിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, പ്രധാനമായിട്ടും അതിൻ്റെ ക്യാഷ് ഫ്ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റവന്യൂ ഫോർകാസ്റ്റ്, എക്സ്പെൻഡിച്ചർ ബ്രേക്ക് ഡൗൺസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 3 ഡോക്യുമെൻറ്റുകൾ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, നിങ്ങൾ ഈ ഫണ്ട് കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്പർ 3, മാർക്കറ്റ് അനാലിസിസ് ആണ്. നിങ്ങളുടെ ഈ ബിസിനസ് എത്രമാത്രം മാർക്കറ്റിൽ വയബിളാണ്. നിങ്ങളൊരു ഫണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ അയാൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബിസിനസ്സിൻ്റെ സാധ്യത എന്താണ്, എത്രമാത്രം മാർക്കറ്റിൽ ഈ ബിസിനസ്സിന് പൊട്ടൻഷ്യലുണ്ട്. അത് കൃത്യമായിട്ടും പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. അതിൻ്റെ റിയൽ ടൈം ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡാറ്റ നിങ്ങളുടെ ഇൻവെസ്റ്റർക്ക് കൊടുക്കാൻ പറ്റണം. അതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റിന് മാർക്കറ്റിലുണ്ടാകാൻ പോകുന്ന അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ അതിനകത്ത് കൃത്യമായിട്ടുണ്ടായിരിക്കണം. മാർക്കറ്റിലെ ട്രെൻഡുകൾ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കണം. എത്രത്തോളം ഗ്രോത്ത് പോസിബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. പൊട്ടൻഷ്യലായിട്ടുള്ള ചാലഞ്ചസുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. തുടങ്ങിയതെല്ലാം നിങ്ങളുടെ മാർക്കറ്റ് അനാലിസിസ് റിപ്പോർട്ടിൽ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ആൻഡ് നമ്പർ 4, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.
യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ. മാർക്കറ്റിലൊരു പക്ഷേ നിങ്ങളുടെ അതേ ബിസിനസ് ചെയ്യുന്ന 100 കണക്കിന് ആളുകളുണ്ടാവും, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. എന്നിട്ടും ഒരു ഇൻവെസ്റ്റർ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് മാത്രം ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിൻ്റെ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്, കോമ്പറ്റീറ്റേഴ്സിന് ഇല്ലാത്ത ആഡഡ് വാല്യൂസ് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യണം. അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന മാർക്കറ്റ് അത് വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റർക്ക് കൺവിൻസ് ആകുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും എല്ലാം ഏത് രീതിയിലാണ് മാർക്കറ്റിൽ ഡിഫറൻസ് ആയിട്ട് നിൽക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നിലവിലുള്ള കോമ്പറ്റീഷനിൽ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഡിഫറൻസ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പയർഡ് ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്പർ 5, നിങ്ങളടുത്ത് ഒരു ഇൻവെസ്റ്റർ ഫണ്ടുമായിട്ട് വരുവാണെങ്കിൽ, നല്ല ഐഡിയ ആണ്, നല്ല പ്രോഡക്റ്റാണ്, നല്ല മാർക്കറ്റുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ശരി, അയാൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെന്ന് വരാം. നിങ്ങളുടെ ടീം അത് എക്സിക്യൂട്ട് ചെയ്യാനും അയാളുടെ ഫണ്ടിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ടീമാണെന്ന് അയാൾക്ക് തോന്നിയില്ലെങ്കിൽ, സോ നിങ്ങളുടെ അടുത്തുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കൺവിൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടീം ഓവർവ്യൂ കൃത്യമായിട്ട് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റണം. അതിനകത്ത് നിങ്ങൾ ഫൗണ്ടേഴ്സ് എത്ര പേരുണ്ട്, നിങ്ങളുടെ ടീമിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അവരുടെ എക്സ്പെർട്ടൈസ് എന്തൊക്കെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അവരുടെ ക്യാപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ മുൻകാല എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റണം. കാരണം ഞാൻ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ക്യാപ്പബിളായ ലീഡർഷിപ്പിൻ്റെ കീഴിലാണെന്നുള്ളത് ഒരു ഇൻവെസ്റ്റർക്ക് നൽകുന്ന കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല. സോ ആ കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ടീമിൻ്റെ ഓവർവ്യൂ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. നമ്പർ 6, റെഗുലേറ്ററി കംപ്ലൈൻസ്. ഒരു ഇൻവെസ്റ്റർ നമ്മളടുത്ത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അയാൾ ഉറപ്പുവരുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കമ്പനി ലീഗലാണ്, അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ട്, അത് ലീഗലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നൊരു കമ്പനിയാണ്. കാരണം ലീഗൽ അല്ലാത്തതെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻസ് കുറേ അപ്രൂവൽ എടുക്കാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇൻവെസ്റ്ററെ പുറകോട്ട് വലിക്കുന്ന ഘടകമാണ്. അതിനകത്ത് ഒരുപാട് റിസ്ക് എലമെൻറ്റുകളുണ്ട്. കാരണം ആ ബിസിനസ് ചിലപ്പോൾ ഒരു പക്ഷേ വയബിൾ ആവില്ല, ഓപ്പൺ ചെയ്യാനും ഓപ്പറേഷണൽ ആവാനും പറ്റാതെ വന്നേക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലീഗൽ കംപ്ലയിൻസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഇൻ കേസ് ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് എത്രമാത്രം ക്രിട്ടിക്കലാണെന്ന് ഇൻവെസ്റ്ററെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് ലഭിക്കാനുള്ള പോസിബിലിറ്റീസ് അയാളെ ബോധ്യപ്പെടുത്താനും നിങ്ങൾക്ക് പറ്റിയിരിക്കണം. നമ്പർ 7, എക്സിറ്റ് സ്ട്രാറ്റജി. ഫണ്ട് സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും പല ഓൺട്രപ്രണേഴ്സും പാർട്ട്നേഴ്സും തമ്മിൽ വളരെ ക്ലാരിറ്റി ഉണ്ടാകും. ഫണ്ട് സ്വീകരിക്കുക, പാർട്ട്ണർ ആവുക, ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കും. പക്ഷേ പല ബിസിനസ്സുകളും പിന്നീട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് കൃത്യമായിട്ടുള്ളൊരു എക്സിറ്റ് പ്ലാൻ ഇല്ലാത്തത് കൊണ്ട്, എക്സിറ്റ് സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എക്സിറ്റ് സ്ട്രാറ്റജീസ് ഫോർ ഇൻവെസ്റ്റേഴ്സ് എന്താണ്? ഒരു ഇൻവെസ്റ്റർ നിങ്ങളുടെ അടുത്ത് വന്നു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് എക്സിറ്റ് ആവുക? ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ആവണം, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഡയലൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ആവുന്നതായിരിക്കും. ഇനി അതിനു മുമ്പേ നിങ്ങളുടെ ഇക്വിറ്റി നിങ്ങൾക്ക് ലിക്വിഡേറ്റ് ചെയ്യണം. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സിറ്റ് ആവേണ്ടത്? സോ കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈൻ, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ റിസ്ക്, ഏതൊക്കെ രീതിയിലാണ് എക്സിറ്റ് പ്ലാനുകൾ ഉള്ളത്, എങ്ങനെയാണ് എക്സിറ്റ് പ്ലാൻ ആവാൻ ചെയ്യേണ്ടത്, ഇൻ കേസ് എക്സിറ്റ് ആവുകയാണെങ്കിൽ അതിനകത്തേക്ക് അയാളുടെ ആ സ്റ്റേക്ക് എടുക്കുന്ന ആളുടെ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുകയും അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലല്ല പലപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനകത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും എക്സിറ്റ് സ്ട്രാറ്റജി, എക്സിറ്റ് പ്ലാൻ കൃത്യമായിട്ട് ഔട്ട്ലൈൻ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ്. സോ ക്ലിയർ എക്സിറ്റ് പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്പർ 8, റിസ്ക് മാനേജ്മെൻറ്റ്. ഒരു ബിസിനസ്സിന് എന്തൊക്കെ പൊട്ടൻഷ്യൽ റിസ്കുകൾ ഉണ്ടാവാം, എന്തൊക്കെ സാധ്യതകളാണ് ഒരു ബിസിനസ്സിൽ റിസ്ക് ആയിട്ടുണ്ടാവുക? ഏതൊരു ബിസിനസ്സും റിസ്ക് ഉണ്ട്. എന്തൊരു ബിസിനസ് ആണെങ്കിലും അതിനൊരു പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനകത്ത് പൊട്ടൻഷ്യൽ റിസ്ക് എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അതൊരു പ്രശ്നത്തിന് കാരണമായിരിക്കാം. സോ റിസ്ക് മാനേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജി എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യേണ്ടതുണ്ട്. സോ ഈ 8 പോയിന്റുകൾ, ഇത് മാത്രമല്ല ഇതിനേക്കാളും അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരുന്നത് ചെയ്യാനുണ്ടെങ്കിൽ പോലും ഇത് വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട 8 കാര്യങ്ങളാണ്, 8 സ്റ്റെപ്പുകളാണ് ഒരു ഇൻവെസ്റ്റർ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളൊരു ഇൻവെസ്റ്ററുടെ അടുത്തേക്ക് പോകുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ ഇത്തരത്തിലുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ബിസിനസ്സിനെ പ്രൊഫഷണലായിട്ട് പഠിക്കണം
പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു പറ്റം ബിസിനസ്സുകാരുടെ കൂട്ടായ്മയാണ് ചാണക്യ ബിസിനസ് ക്ലബ്ബ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന എക്സ്പേർട്ടായിട്ടുള്ള ബിസിനസ്സുകാരുടെ കൂടെ നിന്ന് ബിസിനസ് ഗ്രോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ആ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങളുടെ ബിസിനസ് പഠിക്കാനും ബിസിനസ് വളരാനും നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാണക്യ ബിസിനസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. സോ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് മീ ഖസാഖ് ബെഞ്ചാലി, ദ ബിസിനസ് കോച്ച്.